ഉണ്ട്. ഇത് കണ്ട ഡിജിറ്റൽ തെർമോമീറ്റർ. ഇതിൽ ഈ ഇത് ഡിജിറ്റലായിട്ട് ഇത് നമ്പർ ആയിട്ട് ഇത് അറിയാനുള്ളതാണ്. ഇതിപ്പോൾ വലിയ വേണ്ടത് ഇത് ടെമ്പറേച്ചർ സെൻസർ, ഈ വേണ്ടത് സെൻസർ വേണ്ട. ഇതിപ്പോൾ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെർമോമീറ്റർ വേണം. ഈ തെർമോമീറ്റർ വേണ്ട. -10 മുതൽ പ്ലസ് 110 വരെയുണ്ട്. റീഡിങ് അറിയാം. 110 ഡിഗ്രി സെൽഷ്യസ് വരെ, -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി വരെ. ഇത് കാൽപ്പറ്റി ഐസ് വെള്ളം കൂടിയില്ല. ഇത് കാൽപ്പറ്റിയാണ്. ഇത് വേണ്ട. ഇതിപ്പോൾ മൈനസിലേക്കും വയ്ക്കാം, പ്ലസിലേക്കും വയ്ക്കാം. -90 +90 ഒക്കെ ആക്കാം. അതിനുള്ള അറേഞ്ച്മെൻറ്റിനുള്ളിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് റെക്കോർഡർ. ഇതിലിപ്പോൾ ഫ്രീസർ മൈനസിലേക്ക് പോകണമെങ്കിൽ അടി ഇതായിട്ട് പോകും, മുകളിലേക്ക് ഇങ്ങനെ ചാർട്ടായിട്ട് ഇങ്ങനെ വരും. ഇത് 100 മില്ലി വോൾട്ടാണ്. ഇത് പ്ലസിലേക്ക് മൈനസിലേക്കുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ പിന്ന് കുത്തിയിട്ട് 2 പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇത് കുത്തിയിട്ട് ആ റെക്കോർഡർ ഉണ്ട്, ചാർട്ടായിട്ട് ഇങ്ങനെ ഗ്രാഫ്, അതിലിങ്ങനെ റെക്കോർഡ് ചെയ്ത് വരും. ആ റെക്കോർഡറിൻ്റെ AC മെയിൻ സ്വിച്ചിൽ കുത്തിയാൽ AC. ഇതിപ്പോൾ കാൽപ്പറ്റിന് ഐസും വെള്ളമാണ് 004. അതിലാണ് ഇത് കാൽപ്പറ്റ് ഐസും വെള്ളം കൂടിയിട്ടുള്ളത്. 0 രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതുമാതിരി ഇത് ടെമ്പറേച്ചർ. ഇത് ഡയോഡാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഈ സെൻസർ കാണിച്ചാൽ ഈ സെൻസറിൽ ഇതിൽ 414 മുമ്പ് ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇപ്പോൾ DC വർക്ക് ചെയ്യുള്ളൂ. DC വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾ സിഗ്നൽ കിടക്കില്ല. ഇവിടെ സോയിൽ രീതി കണ്ടില്ലേ, സോയിൽ ആൻഡ് വാട്ടർ. ഇതിൽ ചെടികളൊക്കെ വെച്ച് ഇത് നിങ്ങൾ കിടക്കില്ല. അപ്പോൾ ചെറിയ കമ്പ്യൂട്ടറിട്ട് ബ്ലൂ ലൈറ്റിങ് ഇടാം. ചെറിയ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയോഡിൽ നിന്നുള്ള സെൻസ് ചെയ്ത് തുടങ്ങും. തണുപ്പാ ചൂടാ എന്തൊക്കെയാണുള്ളത്. അതിപ്പോൾ AC കാരണം AC 5 ഫ്രീക്വൻസിൻ്റെ ഇത് വേണ്ട. AC ഒരു സൈക്കിള് ഒരു സൈക്കിള് അതിൽ മുകളിലത്തെ പ്ലസ് അടിയിലത്തെ നെഗറ്റീവും. അങ്ങനെ 50-50 സൈക്കിൾ ഇവിടുത്തെ ഇന്ത്യത്തെ 50 വട്ടം കഴിഞ്ഞ് 50 വട്ടം കത്തി ചെയ്യും. DC സപ്ലൈ AC സപ്ലൈ അങ്ങോട്ടും ചലിക്കും ഇങ്ങോട്ടും ചലിക്കും. ബ്ലാക്ക് ലൈറ്റിങ് വേണ്ട. അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം. അങ്ങനെ ഇതൊരു സൈഡിലേക്ക് മാത്രമേ ആയിരിക്കുള്ളതാണ്. DC സപ്ലൈ ഒരു സൈഡിലേക്ക് മാത്രമേ വരും. ഇതിൻ്റെ സെൻസ് ചെയ്യുന്നതാണ്. ഞാൻ എറണാകുളത്ത് പോന്നാൽ പിന്നെ വലിയ ഗവേഷണം നോക്കിയിട്ടില്ല. പിന്നെ ഇത് ഡയോഡ് തന്നെയാണ്. DC ഇനി ഇത് AC വയ്ക്കാൻ പറ്റുന്ന ഡയോഡ് AC ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കണം. ഇത് വേണ്ട. 2 ഡയോഡ്, ഒരെണ്ണം കീഴ്പെട്ടേക്കും, ഒരെണ്ണം സോയിൽ വഴി ഉമ്മയപ്പെട്ടേക്കും. 2 പ്ലേറ്റുകൾ ആ നീലായിരുന്നു കണക്ട് ചെയ്ത് 2 പ്ലേറ്റ് കോപ്പർ പ്ലേറ്റ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വന്നില്ലെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടറിട്ട് കെട്ടിയിട്ട് ഇതിൽ വെള്ളം ഒഴിക്കുക, മണ്ണിടുക, ചെടികൾ വയ്ക്കുക. അപ്പോൾ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് റിസർച്ച് സ്റ്റഡി. അങ്ങനെ ഇതിപ്പോൾ AC മാത്രം. ചില മഞ്ഞ ടർമറിക്ക്, മഞ്ഞൾ, ഇഞ്ചി കുഴിച്ചിട്ട് ചിലത് വാട്ടമൊക്കെ വരും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ 220 വോൾട്ട് ഇവിടെ ഒരു 2 ആമ്പിയർ 12 വോൾട്ടാണ് 5 വോൾട്ട് കൊടുത്തിട്ട് ഈ പ്ലേറ്റുകൾ കോപ്പർ പ്ലേറ്റ് ഒരെണ്ണം 2 AC തന്നെയാണ്. ഇതിൽ നെഗറ്റീവ് ഡയോഡിൻ്റെ എത്ര AC ഒരെണ്ണം 1 മീറ്റർ ഡിസ്റ്റൻസിൽ 1/2 മീറ്റർ ഡിസ്റ്റൻസിൽ കുഴിച്ചിട്ട് അതിൻ്റെ അതിലൂടെ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനെന്ത് സംഭവിക്കുക എന്നുള്ളതൊക്കെയാണുള്ള സ്റ്റഡികൾ. പിന്നെ അങ്ങനെ സ്റ്റഡികൾ ചെയ്യണം. ഇതൊരു DC തന്നെയാണ്. ഇത് ഡയോഡ് 414 തന്നെയാണ്. ഇത് റെസിസ്റ്റൻസ് കൊടുത്തിട്ട് ഒരു സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാം. ഈ സ്വിച്ച് ഏറെ പോണത് 12 ohms. പിന്നെ ആ സ്വിച്ച് ഇങ്ങോട്ട് തിരിച്ചിടുമ്പോൾ 8 ohms ചെയ്യും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചുമ്പോൾ ഓരോ റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ എങ്ങനെ വേരിയേഷൻ വ്യത്യാസം വരുന്നുള്ളത് നോക്കിയിട്ട് ഓരോ സെൻസർ വേണ്ട. ഈ സെൻസർ വേണ്ട. ഇത് റെഡും ബ്ലാക്കും വയറിന് ഈ ഒരു ഡയോഡ് മുകളിലേക്ക് അന്ന് അതേസമയം ബ്ലാക്കിൻ്റെ അവിടെ ഒരു കോപ്പർ പ്ലേറ്റും ഡയോഡിൻ്റെ അവിടെ വന്ന ഒരു കോപ്പർ പ്ലേറ്റും ചെടികളും മണ്ണും ഉണക്കിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ അതിന് ചെറിയ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യേണ്ടി വരും. AC വെച്ചാൽ കമ്പിയൊന്നും വേണ്ട. മണ്ണിൽ കൂടെയും വെള്ളത്തിൽ കൂടെയൊക്കെ AC പോവും. ഈ സൈക്കിൾ 50 സൈക്കിൾ അങ്ങനെ വരും. ഇത് അപ്പുറത്തും ടെമ്പറേച്ചർ ആവറേജ് ടെമ്പറേച്ചർ അറിയാൻ പറ്റുന്ന വെച്ചിട്ടാണ്. ഇപ്പം നോക്കണം എന്നുണ്ട് പരീക്ഷണങ്ങൾ.